ഇന്ന് ഓഗസ്റ്റ് 11 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചർ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് നമുക്ക് ഇന്നലെ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ക്യാൻഡിലിന്റെ ബോഡി വെച്ചിട്ടുള്ള ഒരു അപ് ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്റേണൽ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം കറന്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഡെയിലി സപ്ലൈ സോണിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷമുള്ള ഒരു പുൾ ബാക്ക് ഫേസ് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇനി 4 അവർ നമ്മൾ നോക്കുമ്പോൾ 4 അവറിന്റെ സ്വിംഗ് സ്ട്രക്ചർ അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഇന്റേണൽ സ്ട്രക്ചർ അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറന്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ 4 അവറിന്റെ ഈ ഒരു റേഞ്ച് ഡിമാൻഡ് സോണിലും അല്ലെങ്കിൽ നമ്മൾ റിഫൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്ക് അപ്പ് മൂവ്മെന്റ് ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഡിമാൻഡ് സോണിൽ 50 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലേക്ക് ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബൈ എൻട്രീസ് നോക്കാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോഴും അതേപോലെ 4 അവറിന്റെ ചാർട്ട് നോക്കുമ്പോഴും നമുക്ക് ഡെയിലി സപ്ലൈ സോണിലാണ് പ്ലസ് 4 അവറിന്റെ സപ്ലൈ സോണിലും നമുക്ക് സ്റ്റാക്ക് സോണിലുമാണ് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നതിന് ശേഷം താഴോട്ട് ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിന് ഫെയിൽ ആയിട്ട് ഇന്റേണൽ സ്ട്രക്ചർ ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം നമുക്ക് ഈ ഒരു സ്വിംഗ് സ്ട്രക്ചറിന്റെ പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ പിന്നെ നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ 4 അവറിന്റെ ഇന്റേണൽ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള സെൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫൈൻലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.